ഹലോ, വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സാഫ്രൺ മിൽക്ക് കേക്കാണ്. പേര് പോലെ തന്നെ പാലും കുങ്കുമപ്പൂവൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു കേക്കിന് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ടെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുങ്കുമപ്പൂവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പം അതിലേക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ ഇത്. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 മുട്ട ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കേക്കിലേക്ക് മുട്ട ചേർക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് അങ്ങനെ തന്നെ ചേർക്കരുത്. അത് പുറത്ത് വെച്ച് കുറച്ച് സമയം തണുപ്പൊക്കെ മാറിയിട്ട് വേണം നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ. സ്റ്റാർട്ടിങ്ങിൽ ലോ സ്പീഡിലാണ് കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റാണ് കേട്ടോ ബീറ്റ് ചെയ്തത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലപോലെ ഫ്ലഫി ആക്കി എടുക്കണം. പിന്നെ ഈ നല്ല യെല്ലോ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് വരും. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പാകം. ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മീഡിയം ടു ഹൈ സ്പീഡിലാക്കി ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം സാഫ്രൺ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ്. ഇത് 3 കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച മൈദയുടെ ബേക്കിംഗ് പൗഡറിൻ്റെയും മിക്സ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഞാൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത് ലോ ടു മീഡിയം സ്പീഡിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ബാച്ച് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഒത്തിരി മിക്സായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഓവർ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മൈദയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അതിനുശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സായി പോകാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഈ ബാറ്ററിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നിൽ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇതുപോലെ വരച്ചു കൊടുത്താലും മതി. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 24 to 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് കേക്ക് റെഡി ആവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ചിട്ട് ടൈമിലൊക്കെ ഡിഫറൻസ് വരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കേക്ക് ഒരു 24 മിനിറ്റ്സ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്ക്യൂർ കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതൊരു 5-6 മിനിറ്റ് ഈ പാനിൽ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതുപോലെയുള്ളൊരു വയർ റാക്കിലേക്ക് കേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറും കൂടി എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഈ കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ. ഈ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറി വന്നിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ചൂടൊക്കെ മാറി വരട്ടെ. ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇത് മിൽക്ക് കേക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ റെഡിയാക്കാനുണ്ട്. ഇതിനു വേണ്ടി 2 കപ്പ് ഫ്രഷ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ട്
അതിലേക്ക് ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ കുങ്കുമപ്പൂവ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ ഇത് ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് റെയിൻബോയുടെ ഒരു 160 ml എവാപ്പറേറ്റഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് 1 കപ്പാക്കിയിട്ട് മാറ്റിയിട്ട് അത് ഉപയോഗിച്ചാലും മതി. ശരിക്കും ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അത് നല്ലൊരു തിക്ക് ഫോമിലുള്ള ഒരു പാലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ പാലിൻ്റെ മിക്സിന് നല്ലൊരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച സാഫ്രൺ മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സാഫ്രൺ മിൽക്ക് ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ പാലിന് ചെറിയൊരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അല്പം കളർ ചേർക്കുന്നുണ്ട്. ഇത് ജെൽ കളറാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അല്പം മാത്രം ചേർത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിക്കഴിയുമ്പം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈസ് 8 ഇഞ്ച് ആയതുകൊണ്ട് 9 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ചൂട് മൊത്തം മാറിയിട്ടുണ്ട്. ഞാനിത് ഈ കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മുകളിലെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സിൽ നിന്ന് 1 കപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ പാല് കേക്കിലേക്ക് അബ്സോർബായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ക്രീം നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന ബൗളും അതുപോലെ ബ്ലേഡ്സൊക്കെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം പെട്ടെന്ന് തന്നെ വിപ്പായി വരാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഉപയോഗിക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത് നല്ല തണുപ്പോടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോൾ വിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആ സമയത്ത് മാത്രം പുറത്തെടുത്താൽ മതി, നേരത്തെ തന്നെ പുറത്തെടുത്ത് വെക്കരുത്. ഞാനിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്തത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇത് ഓൾറെഡി മധുരമൊക്കെ ചേർന്ന് വരുന്ന ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെടുക്കുന്ന ക്രീമിനനുസരിച്ചിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ക്രീം ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജ് വരെ ഞാൻ ബീറ്റ് ചെയ്തത് ലോ ടു മീഡിയം സ്പീഡിലായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് മീഡിയം ടു ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ക്രീമൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു 7 to 8 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലേഡിലിരിക്കുന്ന ക്രീം ഇതുപോലെ താഴേക്ക് ആക്കുമ്പം ചാടി പോകാതിരിക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അല്ലെങ്കിൽ പിന്നെ ഈ ബൗൾ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി പിടിക്കുമ്പം ആ ക്രീം നന്നായിട്ട് അതിൽ സ്റ്റിഫായിട്ടിരിക്കും. താഴത്തൊന്നും ചാടി പോകുന്നില്ലെങ്കിൽ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്ത പാലൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കേക്കിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്ത ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു നോസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കേക്കിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡും മേൽഭാഗമൊക്കെ നന്നായിട്ട് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡ്സും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വിൽട്ടൻ്റെ ഓപ്പൺ സ്റ്റാർ ടിപ്പ് നമ്പർ 32 ആണ്. ഞാനിതിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല നല്ല ഡിസൈൻസൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി
ഇനി ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്പസമയം നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സും കൂടെ തണുപ്പിച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. ഈ കേക്ക് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ തണുപ്പിച്ചെടുത്ത ഈ കേക്കും അതുപോലെ തന്നെ പാലും കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കേക്കിന്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്